റോഷ പ്രിൻസ് നമുക്ക് വേണ്ടൊന്നും ചെയ്യുന്ന തോന്നുന്നില്ല. പ്രണയകർ നമ്മൾ തന്നെ മൂടേണ്ടി വരും. പണ്ട് പുരാതന കാലത്തെ കണ്ട് കവിതാക്കൾ ഉണ്ടാക്കിയ കിണറാണ് പോലും. അപ്പൊ അത് മൂടാൻ യോഗ്യത നമുക്ക്. എന്താ ശരത്തെ? ഇപ്പൊ നിർത്തിക്കോ. നിങ്ങളെല്ലാവരോടും കളിക്കുന്ന പോലെ ജയിപ്പോട് കളിക്കാൻ നിന്നാ ഒറ്റൊരുത്തിനും മര്യാദയ്ക്ക് വീട്ടിൽ പോവില്ല. റോഷ, നിനക്ക് ആദ്യം കൊള്ളും. മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യത്തിലുള്ള നിനക്ക് എന്താ അധികാരം? പിന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലാണ്. ജയിപ്പിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ ഓന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കും. ഓനോളെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്യും. മനസ്സിലായ? മോനെ ശരത്തെ, നിന്റെ നല്ലോണം നടത്തുന്ന പ്രണയം നമുക്ക് പൊട്ടിക്കാമെങ്കിൽ ഇതുവരെ നടക്കാത്ത ജയിപ്പിയുടെ പ്രണയം നമുക്കൊരു വിഷയമല്ല. എന്റെ പ്രണയം നീ പൊട്ടിച്ചു എന്നാ ഞാൻ വേണ്ടെന്ന് വെച്ചാണ്. പക്ഷെ ആ പാവത്തിന് ഐഡിയ പറഞ്ഞെടുത്ത് ഞാനാ. നീയൊക്കെ വെറും ടൈം പാസിനാണ് പ്രേമിക്കുന്നതെന്ന് ബോധിപ്പിക്കാൻ. പിന്നെ ജീവൻ കൊടുക്കുന്ന കാര്യം അത് സപ്നയ്ക്ക് നമ്മളും കൊടുക്കും കേട്ടാ. മാറിക്കടാ. ഇവർ രണ്ടും കൽപ്പിച്ച ഇവരുടെ പുറകിൽ ആരോ ഉണ്ട്. ശരിക്കും ഗുണ്ടയാടാ. ഗുണ്ടയല്ല, ഗുണ്ടിയാ. കട്ട് ചെയ്തടാ. നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല. JP സ്വപ്നയും എന്തായാലും പ്രേമിക്കും, അത് ഉറപ്പാ. അവരിപ്പൊ കണ്ണിന് എതിർപ്പം നോക്കണ്ട. നമുക്ക് എന്തെങ്കിലും ഷോക്ക് കൊടുത്താലോ? അതെന്താ അങ്ങനെ തോന്നാൻ? എടോ, ഒരാൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയാണെന്ന് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോ ചിലപ്പോ ഒരു ചാഞ്ചാട്ടം തോന്നിയാലോ. JP അത്ര മോശമാണെന്നും അല്ലല്ലോ. ഇത് ശരിയാ. അപ്പൊ പണി കൊടുക്കേണ്ടത് JPക്കല്ല, സപ്നയ്ക്കാണല്ലേ? ഓഫ് കോഴ്സ്. പുത്തനാ? ഇത് പഴയ പാട്ട സാധനം പെയിന്റ് അടിച്ചല്ലേ? അതേടാ, പഴയ തന്നെയാടാ. പഴയതായാലും ഞാനിത് എടുത്തില്ലേ. നീയൊക്കെ എന്തുണ്ടാക്കി? ഞാൻ പോളിസി ഇറക്കുമ്പോൾ നിനക്കല്ല പുച്ഛമല്ലേ? എടാ, നീ ഒരു സംഭവടാ. ഒന്ന് മാറി. താങ്ക് യു. കേടുക്ക് സ്വപ്ന എന്നെ ഈ ബൈക്ക് കാണട്ടെ. അത് നല്ല JP, സ്വപ്ന ഇന്നും വന്നിട്ടില്ല. ഓളന് വരൂലെന്ന് എല്ലാരും പറയുന്നു. നീ ഓളെ പോയിട്ട് കൂട്ടിട്ട് വാടാ. നീ കൊല്ലുന്നല്ലോ പറഞ്ഞേ. ഇഷ്ടാന്നല്ലേ? ഓളെ വീട് എവിടെയാ? മാവിലയ്യ. ഈ ബൈക്കില് ആദ്യത്തെ ട്രിപ്പ് മാവിലേക്ക്. ആദ്യത്തെ ട്രിപ്പ് അമ്പലത്തിൽ പോണെന്ന് അമ്മ പറഞ്ഞു. അമ്മയൊന്നും അറിയണ്ട, നീ ചെല്ല്. എടാ, എനിക്ക് വീട് നിറഞ്ഞിട്ടാ. വീട് അന്വേഷിച്ച് കണ്ടുപിടിക്ക്. ഞാനേ നിമ്മിയൊന്നും കണ്ടുപിടിക്കട്ടെ. ഇവിടെ എവിടെയൊക്കെ പോയേ? പോകാം. പക്ഷെ ആര് ചോദിച്ചാൽ ഈ ബൈക്ക് എന്റെയാന്ന് പറഞ്ഞോളൂ. നിന്റെ ബൈക്കാന്ന് പറഞ്ഞ് ഷൈജിയാ നിൽക്കരുത്. ഓക്കെ? എന്നാ വൈകുന്നേരം മാവിലായി. ഓക്കെ. ഹെൽമെറ്റിലാണ് എങ്ങോട്ടാ? ചെല്ലങ്ങോട്ട്. ആരതര വണ്ടി? സാറേ, ഇവന്റെയാ. ഇവന്റെയാ? ബുക്കും പേപ്പറും ഉണ്ടോ? സാറേ, ഇന്ന് രാവിലെ ഇറക്കിയ വണ്ടിയാണ്. ചങ്ങാട് മേടിച്ചിട്ട്. രാവിലെ വാങ്ങിയ വണ്ടിക്ക് ബുക്കും പേപ്പറും വേണ്ടേ? ഇത് പുതിയ അറിവാന്നല്ല. നിങ്ങൾ എന്താ ചെയ്യുന്നു? സാറേ, നമ്മൾ പഠിക്കുന്ന SM കോളേജിൽ. SM കോളേജിലാ? ഇവനാ? നീ എത്ര തവണ തോറ്റൂടാ? ഫൈനൽ ഇയർ ഡിഗ്രിയാ സാർ. നീ കോളേജിൽ പഠിക്കുന്നത് നിനക്ക് എടുത്ത ഇത്രയും വലിയ വണ്ടി വാങ്ങാൻ കാശ്? സാറേ, ഇവൻ ഇൻഷുറൻസ് ഏജന്റും കൂടിയാണ്. അത് ശരി. നല്ല പോളിസി ഉണ്ട് സാറേ. ജീവൻ രക്ഷാ പോളിസി. ഒരു പോളിസി. ആദ്യം നീ നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കും. ഹെൽമെറ്റ് എടുത്തടാ. ഹെൽമെറ്റ് മേടിക്കാൻ പോകുന്ന വഴിയാ? ശരിക്കും? ആ സാർ. ഒരു 250 പെറ്റി അടച്ചിട്ട് പോയിക്കോ. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, പെട്രോൾ അടിക്കാൻ തന്നെ പൈസ ഇല്ല. കൊണ്ട പൊങ്ങി തിന്നു. വാ, ഈ പൈസ ഓൾ അച്ഛനോട് വർഷം മേടിച്ചു തന്നില്ല പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞത് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകും. ഹലോ സാറേ, താഴെ കത്തിക്കു തുടക്കാൻ പോകുന്നു സാറേ. ഒന്ന് വേഗം വരൂ സാറേ. കുത്തിയാ? ഇല്ല, ഇപ്പൊ കുത്തും. കുത്തിയിട്ട് വിളിക്ക്. 10 കാശുണ്ടാക്കാൻ നോക്കുമ്പോ കത്തി കുത്തി. എടാ, നല്ല രസമുള്ള നാടല്ലേ? എന്ത് രസം. നിന്റെ പെണ്ണിന്റെ നാടായിട്ട് എനിക്ക് തോന്നിയ. ഇവിടെ രാത്രി ആവാനായി. നീ ഇതെടിയെ വെച്ച് പിടിക്കുന്നു. നമുക്ക് ഇന്നോളെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. അവസാനം അമ്മ പറഞ്ഞു ഒരു അമ്പലത്തിൽ തന്നെ എത്തി. നീ കാവിൽ തൊഴാൻ വന്നേ. കാവിന്റെ അടുത്തുള്ള വീട് എന്ന് പറഞ്ഞ് നമുക്ക് ആരോടും ചോദിച്ചു. ഒരുപാടായി. നീ പോയി ചോദിക്കും, ഞാനെടുക്കാം. എടാ, നോക്കാം. തനികതേൻ മൊഴി
നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ? എടാ നീ പെട്ടെന്ന് ഒരു കാര്യം പറ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. സ്വപ്ന, നാട്ടിലും സ്വൈരം തരൂലേ? അല്ല, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞിടത്തോളം മതി, എനിക്കൊന്നും കേൾക്കണ്ട. സ്വപ്ന, പഠനം നിർത്തരുത്, കോളേജിൽ വരാതിരിക്കരുത്. പഠനം നിർത്താനോ? ആരും പറഞ്ഞു? അല്ല, 2 ദിവസമായിട്ട് സ്വപ്ന കോളേജിൽ വരുന്നില്ലല്ലോ. 2 ദിവസം കോളേജിൽ വന്നില്ലെങ്കിൽ പഠിത്തം നിർത്തിയതാണോ? അല്ല, ഞാനിന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും കോളേജിൽ വരാതെ ഞാൻ വിചാരിച്ചു. 2 ദിവസമായിട്ട് എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിലായിരുന്നു, കൂടെ ഇരിക്കണ്ടോണ്ടാ. അപ്പോൾ നാളെ വരുമോ? വരും. എന്താ വരാൻ പാടില്ലേ? പാടും. അതെ പോട്ടെ. ഇവര് കുറച്ച് സമയം ആയല്ലോ. ചന്ദ്ര, നമ്മളെ പുള്ളറെ വിളിക്കേണ്ടി വരുമോ? എടാ പെട്ടെന്ന് ചാവി കൊണ്ടാ. കളവന്മാർ നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതേതാ കാവെന്നറിയാം എനിക്ക്. മാവിലായി കാവ. ഇവിടുത്തെ ഉത്സവം അടിയാ, അടിയോടടിയായിരിക്കും. വരുന്നേ. സ്വപ്ന, സ്വപ്ന ഒന്ന് നിക്ക്. നീ കോളേജിൽ വന്നപ്പോ ആദ്യം അന്വേഷിച്ച എന്നെയാ. ഞാനാ പറയുന്നേ, നിക്ക്. ഇത് വലിയ ശല്യായല്ലോ. നിനക്ക് എന്താ വേണ്ടേ? നീ എന്നെ എന്തിനിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്കിത് പറ്റുന്നില്ല. എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇപ്പൊ നിന്നെ. ഒന്ന് പോയി തരുമോ? ശല്യം. ഒരു ജീപ്പിക്ക് 250 ഉറുപ്പിയാടാ. എടാ ചേർത്ത് നീ കളിക്കല്ലേ. അളയാ, ഓളേ പ്രത്യേക പെണ്ണ. ഓൾക്ക് നിന്റെ പ്രണയൊന്നും വേണ്ട. അതല്ല എൻ്റെ ഫേസ്ബുക്കിലെ ശ്രീയ. സ്നേഹം വാരിക്കോരി തരും. എടാ, ഞാനെല്ലാം നിർത്തും. മര്യാദക്ക് ചിരിച്ചോണ്ടിരുന്ന പെണ്ണ ഇപ്പൊ അതുമില്ല. എനിക്കെല്ലാം മടുത്ത്. അയ്യേ, നീയാ വലിയ വിപ്ലവ നായകൻ. ഡാ, ഒരിക്കലും സാധ്യമാവില്ല എന്ന് വിചാരിക്കുന്നത് സാധ്യമാക്കുന്നതാടാ വിപ്ലവം. ആരെ എതിർത്താലും വിട്ടുകൊടുക്കരുത്. ഓളെ കൊണ്ട് നീ ഇഷ്ടാന്ന് പറയിപ്പിച്ച അതൊരു വിപ്ലവമായിരിക്കും. അതെ, നീ പ്രേമിച്ചൊരു വിപ്ലവം സൃഷ്ടിക്കറ. എന്നാ ഇങ്ങനൊരു തീരുമാനമാക്കണം. എനക്കോളെ മുഖത്തൊക്കെ എല്ലാ കാര്യവും പറയണം. യെസ്. എടാ നീ വാ. ഞാൻ പറഞ്ഞ എൻ്റെ പേരൻസ് സ്നേഹിച്ച് കല്യാണം വെച്ചതാ. പക്ഷെ ഞാൻ ജനിച്ചോട്ട് കാണുന്ന ഇവരുടെ അടിയാ. ഇപ്പോൾ ഡിവോഴ്സായി. ഇപ്പം 2 പേരും കൂടുതൽ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം. 2ൻ്റെ കൂടെ ഞാൻ പോയില്ല. സ്വപ്നം എന്താ പ്രണയത്തെ എതിർക്കാൻ കാരണം? ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ കരയില്ല. ഇനിയും കരഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. സ്വപ്ന, സ്വപ്ന ഒന്ന് വരുമോ? എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. JP, ഓള് വരൂല. അത് പറയാം. നീ ആരടാ? ഒന്ന് പോടാ. സ്വപ്ന പ്ലീസ്. ഡോ, ഞങ്ങളുടെ തീരുമാനം തന്നെ ഓളുടെയും തീരുമാനം. പോവാൻ നോക്ക്. നീ പോടാ. ആണും പെണ്ണും കട്ടത്തേണ്ടി. ഓക്കെ, എന്നെ ഇഷ്ടം. നിങ്ങളൊക്കെ പേടിച്ചിട്ട് ഓളത് പറയാത്തെ. എനിക്കൊരുത്തനെയും പേടിയില്ല. എനിക്കിഷ്ടമല്ല. നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാ. ഇനിയിപ്പോ ഓക്ക് ഇഷ്ടമാണെങ്കിലും നമ്മളതിന് സമ്മതിക്കൂല. ഞാൻ ഓളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓളെ കൊണ്ട് എന്നെ ഇഷ്ടമെന്ന് പറയിപ്പിക്കും. നീ എന്ത് ചെയ്യും? തലമൊട്ടടിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങളുടെ പ്രണയങ്ങൾ ചാടി ഞാൻ മരിക്കും. അതെന്റെ വാശിയാണ് കേട്ടോ. കൈയ്യടാ. ആ സ്വപ്ന, എനിക്ക് തന്നോടായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. താഴ്ന്നു വരുമോ പ്ലീസ്? മനു വേണ്ട. സ്വപ്ന ക്ലാസ്സിൽ പോയിക്കോ. ഇത് നമ്മുടെ ഇല്ലതുള്ളൂ. നീ 3rd സെം ഫുൾ പാസ്സായ? ഇല്ല. നീ ആദ്യം പോയി അത് ഡീൽ പറയുന്നത്. മനു, ഞാൻ പൊക്കോളാം. ഓനെന്താ പറയാനുള്ളത് നോക്കട്ടെ. എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ വേഗം പറ. തിരക്കാക്കല്ല, പറയാം. സ്വപ്ന, ഈ കോളേജിലെ ഏതാണ്ട് എല്ലാ പെൺകുട്ടികളെയും എനിക്കറിയാം. അവരോടൊന്നും ഇതുവരെ തോന്നുന്നത് ഇഷ്ടമാണ്. എനിക്ക് തന്നോട് തോന്നി. അതിന്
അതിനൊന്നുമില്ല. എനിക്കിതിന് അത്രക്ക് ഇഷ്ടാ. അത് വേണ്ടെന്ന് നോക്കി എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത്ര തന്നെ. കണ്ട കണ്ട എന്തൊക്കെയോ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മയക്കാൻ നോക്കുന്നുണ്ട്. ഇതിലോള് വീഴും, എനിക്ക് ഉറപ്പാ. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അവസരം നമ്മൾ കൊടുക്കണ്ടായിരുന്നു. ആന്നേ. നീ ആത്മഹത്യക്കുള്ള പരിപാടി നോക്കോ, ഇത് കഴിഞ്ഞു പോയി. ഇയാൾക്ക് ഇങ്ങനെ എന്നെ അറിയാം. ഇയാളും ഞാനും മുൻജന്മ ബന്ധാണൊക്കെ ഞാൻ സാരത്തിനോടൊക്കെ പറഞ്ഞു. കണ്ട കണ്ട അവള് വീണു. എന്താ കളിയും ചിരിയും. ഓൻ എന്തെങ്കിലും തമാശ പറഞ്ഞാണ്. ഇതാ പ്രേമത്തിന്റെ ലക്ഷണം. ചെറിയ തമാശ മതി, പെട്ടെന്ന് ചിരി വരുന്നേ. പിന്നെ മുജ്ജന്മ ബന്ധം കുന്ത. എൻ്റെ ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോയ പ്രിയ, ഓളെൻ്റെ ഒരു റിലേറ്റീവാ. ഓള് പോയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്. ഓളാ പറഞ്ഞ് ഇവിടെ JP എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും പരിചയപ്പെടണമെന്നൊക്കെ. മുജ്ജന്മ ബന്ധം. പക്ഷെ ഓള് പറഞ്ഞത് ഇയാളൊരു മാന്യനാന്നാ. അതാ ആദ്യം തന്നെ വന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇത്രയും വലിയ ശല്യമാണെന്ന് വിചാരിച്ചില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, പറയാനുള്ളത് പറഞ്ഞില്ലേ. ഇനി ഞാൻ പൊക്കോട്ടെ. ഒരു മരണം അത് ഒഴിവാക്കാനാവില്ല. കുട്ടി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്ന് എടുത്തോ. വീട്ടുകാർക്കെങ്കിലും ഫണ്ട് കിട്ടും. എന്നെ കൊണ്ട് വീട്ടുകാർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും. ഇതൂടെ കേട്ടിട്ട് പൊക്കോ. ഈ കോളേജിൽ എനിക്കെല്ലാം നഷ്ടമായി. ഒരു കാരണവശാലും ഡിഗ്രി ഞാൻ പാസ്സാവില്ല. ഞാൻ ഈ കോളേജിൽ തന്നെ വരുന്നത് നീ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിട്ടാ. എനിക്കാകെ ഭ്രാന്താവാ. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടും. ഞാൻ എന്ത് വേണം ചെയ്യും. എന്താ സ്വപ്ന, എന്താവും പറഞ്ഞേ? ഭീഷണി. ഓൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ടി വരുന്നു. കഷ്ടപ്പെടുന്ന ആരാന്ന് നമുക്ക് കാണാം. എന്തായിരുന്നു ഇത്ര വലിയ തമാശ? രണ്ടൂടെ മാക്കുന്നു ചിരിക്കുന്നുണ്ടല്ലോ. അതൊന്നുമില്ല. JPന്റെ കാര്യമല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. കണ്ട അവക്ക് പിടിച്ചില്ല ഞാൻ പറഞ്ഞത്. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയാൻ പോയെ? അതെ, അവരിപ്പോ തന്നെ പ്രേമത്തിലായി. അതാ നൈസായിട്ട് അങ്ങ് പോയത്. എന്റെ ശവത്തിൽ ചവിട്ടി ഓള് പ്രേമിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇനി ഓൾക്ക് അവനോട് പ്രേമം തോന്നാണേലും അത് ഓള് ഓനോട് പറയില്ല.